പ്രസിദ്ധ സ്വഹാബിയായ ജാബിർ റളിയല്ലാഹു അൻഹു ആണ് സംഭവം വിവരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയ്ക്കായി ഞങ്ങൾ ഇറങ്ങി. ദൂരമേറെ പിന്നിട്ടു. ഞങ്ങളൊരു വിജനമായ മലഞ്ചെരുവിലെത്തി. വിശ്രമിക്കാനുതകുന്ന ഇടമായതിനാൽ അല്പം വിശ്രമിച്ചു പോകാമെന്നായി തീരുമാനം. പ്രാഥമിക കർമ്മം നിർവഹിക്കുന്നതിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വൽപ്പം ദൂരെ പോയി. അവിടത്തേക്കാവശ്യമായ വെള്ളവും ചുമന്ന് സേവകനായി ഞാനും പിന്നിൽ കൂടി. അല്പം മുന്നോട്ട് നീങ്ങിയ അവിടുന്ന് നാലുപാടും നോക്കി. വിസർജന സമയം ആവശ്യമായ മറയാണ് അവിടുന്ന് പരതുന്നത്. പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് മറഞ്ഞിരിക്കാൻ പറ്റുന്ന മറയൊന്നും പരിസരത്തൊന്നും കാണാനില്ല. ആ മലഞ്ചെരുവിൽ തെല്ല് മാറി രണ്ട് ഭാഗത്തായി ഓരോ മരം അവിടുത്തെ ശ്രദ്ധയിൽപ്പെട്ടു. ആറ്റലോർ നടന്ന് ദൂരെ കാണുന്ന മരത്തിന്റെ ചില്ല പിടിച്ച് ഇപ്രകാരം പറഞ്ഞു, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം എനിക്ക് നീ മറയൊരുക്കണം. തുടർന്ന് ആ മരക്കൊമ്പ് പിടിച്ച് അവിടുന്ന് നടന്നു. കടിഞ്ഞാൺ പിടിച്ച ഒട്ടകം കഴുത്ത് താഴ്ത്തി ഉടമസ്ഥനെ അനുഗമിക്കും പോലെ തൻ്റെ ചില്ലകൾ താഴ്ത്തി ആ വൃക്ഷം ഹബീബോരുടെ കൂടെ അനുഗമിച്ചു. ശേഷം അല്പം മാറി കണ്ട മറ്റൊരു വൃക്ഷത്തിന്റെ സമീപം ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം ആവർത്തിക്കുകയും ചെയ്തു. ആരംഭ നബിയെ അതും അനുസരിച്ചു. രണ്ട് ഭാഗങ്ങളിലായി നിലകൊണ്ടിരുന്ന മരങ്ങൾ ഇപ്പോൾ അടുത്തടുത്താണ്. അവയോടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ രണ്ടും ചേർന്ന് നിന്ന് എനിക്ക് മറയൊരുക്കണം. ഉടനെ അവ രണ്ടും ചേർന്ന് നിന്ന് അഷ്റഫുൽ ഖൽഖായ മുത്തുനബിക്ക് വേണ്ടി മറയൊരുക്കി. അവയുടെ പിന്നിലിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുകയുണ്ടായി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്